ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ പ്രകാശം ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. ഇനി എന്തായാലും ലക്ഷ്മിയായിട്ടുള്ള കല്യാണം നടക്കും എന്ന് തന്നെ ഉറപ്പിച്ച് പറയുവാണ് പ്രകാശൻ. അങ്ങനെ നമ്മുടെ കാർത്തിക് പോകുന്നുണ്ട് പുറത്തേക്ക്. ഇനി എല്ലാവരും പാർട്ടീഷൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കണമെന്നായിട്ട് പോയിട്ട് തിരിച്ചു വരികയാണ്. പ്രകാശൻ ചോദിക്കണ്ടേ, എന്തായാലും മോളെ പാർട്ടീഷൻ്റെ കാര്യമൊക്കെ എല്ലാം ചെയ്തു വെച്ചാൽ എൻ്റെ സ്വത്തിൻ്റെ 60% അമ്മയുടെയും അച്ഛൻ്റെ പേരിലും ആക്കാനാണ് തീരുമാനിച്ചേക്കുന്നത്. ബാക്കി 40% എൻ്റെ പേരിലാണ്. അയ്യോ മോളെ, 60%ഒക്കെ മോൾക്ക് 60%, അമ്മയ്ക്കും എനിക്ക് 40% മതിയായിരുന്നല്ലോ. അത് പോരാ അച്ഛന് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, വിക്രത്തിൻ്റെ കല്യാണം കാര്യങ്ങളും ഇനി ഉണ്ട്. അപ്പോൾ എല്ലാത്തിനും വേണ്ടി പൈസയും കാര്യങ്ങളൊക്കെ വേണമല്ലോ. 60% വെച്ചാൽ 2500 കോടിയാണ് വരുന്നത്. അപ്പോൾ അത് ഇനി ആ സ്വത്തുക്കൾ അച്ഛൻ്റെ കൂടി ആണെന്നൊക്കെ പറയണം. അത് കേൾക്കുന്ന പ്രകാശൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുവാട്ടെ. എത്രയും പെട്ടെന്ന് 9-ാം തീയതി ആയാൽ മതി. കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ കാർത്തികയുടെ അമ്മയായിട്ടുള്ള ലക്ഷ്മിനെ കല്യാണം കഴിച്ചാൽ മതി എന്ന് മാത്രമുള്ള പ്രകാശനം. അതിനുശേഷം പ്രകാശൻ പറയണ്ട അമ്മൂമ്മയെടുത്ത്, അമ്മേ ഞാനിന്ന് സമാധാനത്തോടെ കിടന്നുറങ്ങും. എന്തായാലും ഇത്ര നാളെ സമാധാനത്തോടെ കിടന്നുറങ്ങിയിട്ട് എപ്പോഴും ഒരു പേടിയായിരുന്നു. ആ ലക്ഷ്മി, തമിഴ്നാട്ടിൽ നിന്ന് വന്ന ലക്ഷ്മി എപ്പോഴും ഒരു പേടി സ്വപ്നമായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും അവൾ മരിച്ചല്ലോ, ഇനി സമാധാനത്തോടെ കിടന്നുറങ്ങണമെന്ന് പറയണം. അങ്ങനെ പ്രകാശൻ കിടന്നുറങ്ങാൻ വേണ്ടി പോകുക കേട്ടോ. കിടന്നുറങ്ങാൻ പ്രകാശൻ ആകെ കിടന്നുറങ്ങുമ്പോഴേക്കും എന്തോ ഒരു ശബ്ദം കേൾക്കുവാണ്. ശബ്ദം കേൾക്കുമ്പോഴേക്കും പ്രകാശൻ നോക്കുമ്പോഴേക്കും വേറൊന്നുമില്ല, വെള്ള സാരിയൊക്കെ കൊടുത്തിട്ട് ഒരു പ്രേതം ജനലിൻ്റെ അരികിൽ ഇങ്ങനെ വന്ന് നിൽക്കുക കേട്ടോ. അത് കാണുന്ന പ്രകാശനാകെ ഞെട്ടിപ്പോവാണ്. ആരാ അത്? വലിയ കള്ളന്മാരാണോ? ആരാ അത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും അവരങ്ങോട്ട് പതുക്കെ തിരിയുമ്പോൾ അത് ലക്ഷ്മിയുടെ പ്രേതമാണ് കേട്ടോ. മൂക്കിൽ പന്നിയൊക്കെ വെച്ചിട്ട് തലമഴ ഇങ്ങനെ ചോരയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. അത് കാണുന്ന പ്രകാശൻ ഞെട്ടിപ്പോകുന്നുണ്ട്. അയ്യോ എന്ന് പറഞ്ഞിട്ട് പ്രകാശൻ ബോധം കെട്ടി വീഴുവാണ്. പിന്നീട് ലക്ഷ്മി നേരെ പോണത് നമ്മുടെ അമ്മൂമ്മയുടെ റൂമിലേക്കാണ്. അമ്മൂമ്മയുടെ റൂമിൽ പോയിട്ട് അമ്മൂമ്മ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങും കേട്ടോ. ജനലിൻ്റെ അരികിൽ വന്ന് മുട്ടുന്നുണ്ട്. അമ്മൂമ്മ പതുക്കെ ജനൽ തുറന്ന് നോക്കുമ്പോൾ അത് ലക്ഷ്മിയാട്ടോ. ലക്ഷ്മിനെ കാണുന്ന അമ്മൂമ്മ ആകെ ഞെട്ടിപ്പോവാണ്. നിങ്ങൾ എന്നെ കൊന്നുമല്ലോ എല്ലാവരും കൂടിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മിയുടെ ശബ്ദത്തിൽ സംസാരിക്കുമ്പോൾ അയ്യോ മോനെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അമ്മൂമ്മയും ഞെട്ടി ഉരുണ്ട് വീഴുവാട്ടോ. അത് കാണുമ്പോഴേക്കും ലക്ഷ്മി പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ലക്ഷ്മി എന്തായാലും വിക്രത്തിൻ്റെ അടുത്തേക്ക് പോവില്ല. അതിനുശേഷമാണെങ്കിൽ രാവിലെ ആകുമ്പോഴേക്കും നമ്മുടെ അമ്മൂമ്മ പനി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ കാർത്തിക ചോദിക്കേണ്ട, എന്ത് പറ്റി അമ്മൂമ്മ? ആകെ പനിച്ച് വിറച്ച് ഒരു അവശതയായല്ലോ, എന്ത് പറ്റി? എന്തിനും കണ്ട് പേടിച്ചതാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ മോളെ, പേടിച്ചതാണ്, മരിച്ചാലും അവൾ വെറുതെ വിടില്ല മോളെ എന്ന് പറയാണ്. ആരുടെ കാര്യം അമ്മൂമ്മ ഈ പറയണത്? വേറെ ആര്? തമിഴ്നാട്ടിൽ നിന്ന് വന്ന അവളുണ്ടല്ലോ ലക്ഷ്മി, അവളൊരു പേടി സ്വപ്നമായിട്ട് ഇപ്പം നിൽക്കുക മോളെ. ഇന്നലെ രാത്രി അവൾ പ്രേതമായിട്ട് അടുത്തേക്ക് വന്നു. അമ്മൂമ്മ എന്തൊക്കെയാ പറയണത്? പ്രേതമായിട്ട് വന്നു? അങ്ങനെ പ്രേതവും ഭൂതമൊന്നും ഇല്ല അമ്മൂമ്മ എന്ന് പറയാണ്. ഇല്ല മോളെ, അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഈ അമ്മൂമ്മയുടെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ പ്രകാശം പറയണ്ടില്ല മോളെ, സത്യമാണെന്ന് ഇങ്ങനെ പറയുന്നത്. ശരിക്കും ഞാനും ആ പ്രേതത്തിനെ കണ്ടിരുന്നു എന്ന് പ്രകാശം പറയാണ്. പക്ഷെ നിങ്ങൾക്ക് ഇത് എന്തൊക്കെയാണ് പറ്റിയ? പ്രേതവും ഭൂതമൊന്നും ഇല്ല, അതൊക്കെ വെറും സാങ്കല്പിക കഥാപാത്രങ്ങൾ മാത്രമാണ്. നിങ്ങൾ എന്തൊക്കെയാണ് പറയണത്? അങ്ങനെയൊന്നുമില്ല, ഞാനൊന്നും ഇന്നലെ ഒരു ശബ്ദവും കേട്ടില്ലല്ലോ എന്ന് പറയാണ്. മോളത് വേറൊന്നുമല്ല, ഞങ്ങൾ കാരണമാണല്ലോ അവള് മരിച്ചിക്കേണ്ടി വന്നത്, അപ്പം അതുകൊണ്ടൊക്കെ ഞങ്ങളുടെ അടുത്ത് വന്നത്. ഓ അങ്ങനെയൊന്നുമില്ല, നിങ്ങൾക്കൊരു പേടി എന്നൊക്കെ പറഞ്ഞിട്ട് കാർത്തിക് അവിടെ നിന്ന് പോകുകയാണ്. ശേഷം നമ്മുടെ അമ്മ പറയണ്ടടാ പ്രകാശം, ഇന്ന് നമുക്ക് ഒരുമിച്ച് കിടന്ന് ഉറങ്ങാടാ, പേടിയാവുമെന്ന് പറയുമ്പോൾ വിക്രം പറഞ്ഞു, ഹോ നിങ്ങളുടെ പേടി കാരണം മനുഷ്യനും കൂടി പേടിപ്പിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് പോകുക കേട്ടോ. അതിനുശേഷം രാത്രി ആകുമ്പോഴേക്കും അമ്മൂമ്മയും പ്രകാശനും ഒരുമിച്ച് കിടന്നുറങ്ങുകയാണ്. ഒരുമിച്ച് കിടന്നുറങ്ങുമ്പോഴും രാത്രി ഒരു 12-1 മണിയൊക്കെ ആകുമ്പോൾ വീണ്ടും ഒരു ശബ്ദം കേൾക്കും കേട്ടോ. നമ്മുടെ പ്രകാശനാമ്മ പേടിച്ച് ജനലരികെ വന്ന് നോക്കുമ്പോഴേക്കും ലക്ഷ്മി മൂക്കിൽ പന്നിയൊക്കെ വെച്ചിട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കാണുന്നത് നമ്മുടെ അമ്മൂമ്മയുടെ ബോധം കെട്ട് വീടുവാണ്. ഒച്ചപ്പാടും ബഹളമുണ്ടാക്കി പ്രകാശനം എഴുന്നേൽക്കുന്നുണ്ട്. അപ്പോൾ കാർത്തികയൊക്കെ വരുന്നുണ്ട്. എന്താ ചെയ്യുമ്പോൾ വന്നു അവളുടെ പ്രേതം വീണ്ടും വന്നു. ഹോ ഇവർ പേടിച്ചൊരു ഭാഗ്യമായല്ലോ. അച്ഛൻ ഇത്ര പേടിത്തോണ്ടനാണെന്ന് എൻ്റെ അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാണ് കേട്ടോ. മോളെ പേടിയൊന്നുമല്ല, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാ മോളെ എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല അച്ഛന്നൊക്കെ പറയാണ്. എന്തായാലും നമ്മുടെ പ്രകാശനാമ്മ നന്നായിട്ട് തന്നെ പേടിക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എങ്ങനെയെങ്കിലൊക്കെ മനോഹറിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവിടെ നിന്ന് പറഞ്ഞു വിടാൻ വേണ്ടി നോക്കുവാണ്. നീ എങ്ങനെയെങ്കിലും എൻ്റെ മോളുടെ ജീവിതത്തിൽ നിന്ന് പോകണം. എങ്ങനെ? നിങ്ങളുടെ മകളോ? അത് താരാൻ്റിയുടെ മകളാ, ശരി ആരുടെയെങ്കിലും മകളാവട്ടെ, നീ അവരുടെ ജീവിതത്തിൽ നിന്ന് എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് പോകണമെന്ന് പറയുമ്പോൾ ശരി ഞാൻ പോകാം, എനിക്ക് പോകാനായിട്ട് ഒരു പ്രയാസമില്ല, ഞാൻ ഇപ്പം വേണമെങ്കിൽ ഈ നിമിഷം പോകാം, പക്ഷേ എനിക്ക് 20 ലക്ഷം രൂപ വേണം. 20 ലക്ഷം രൂപയോ? നീ 10 ലക്ഷം എന്നല്ലേ പറഞ്ഞത്? അതെ 10 ലക്ഷം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പക്ഷെ ഇപ്പം അധികം നാള് അഭിനയിക്കേണ്ടി വന്നില്ല, അതുകൊണ്ട് എനിക്ക് 20 ലക്ഷമെങ്കിലും വേണം എന്ന് മനോഹർ പറയാണ്. എടാ 20 ലക്ഷമൊന്നും ഇല്ലടാ, നീ പോയി കേട്ടിട്ട് ഇങ്ങനെയെങ്കിലൊക്കെ പൈസ അറേഞ്ച് ചെയ്ത് തരാം എന്ന് ഷാരി പറയുന്നുണ്ട്.
ആ സമയത്ത് മനോഹർ പറയണില്ല, എനിക്ക് 20 ലക്ഷം രൂപ കിട്ടാണ്ട് ഞാൻ പോവില്ലെന്ന് പറയുമ്പോൾ ഷാരി പറയണത് നിനക്ക് 10 പൈസ പോലും തരാൻ പാടില്ല, നീ പെണ്ണുങ്ങളുടെ ജീവിതം നശിപ്പിച്ച് പോണൊരുത്തനല്ലേ, നിനക്ക് എന്തിനാ പൈസ എന്ന ആവശ്യമാണ്. എനിക്ക് പൈസ എന്തെങ്കിലും കുഴപ്പമില്ല, ഞാൻ കാലങ്ങൾ മുഴുവൻ നിങ്ങളുടെ മകളെയും പറ്റിച്ച് ഇവിടെ നിൽക്കും. ഞാൻ പറഞ്ഞല്ലോ അവൾ സ്വത്തുക്കളുണ്ടല്ലോ എത്ര വേണമെങ്കിൽ എനിക്ക് തരും, അവളുടെ പേരിൽ ഒരുപാട് സ്വർണ്ണം ഉണ്ടല്ലോ, ഞാൻ ഒരു വാക്ക് പറഞ്ഞാൽ മതി ആ സ്വർണ്ണം എല്ലാം അവൾ എനിക്ക് തരും എന്ന് പറഞ്ഞിട്ട് ദുഷ്ട എന്തിനാണ് ഇങ്ങനെ ചെയ്യേണ്ടത്, എൻ്റെ മോളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോടാന്ന് പറയാണ്. നോക്കിക്കെ നിങ്ങൾ സത്യങ്ങളൊക്കെ അവളോട് പറയുമെന്ന് പേടിപ്പിച്ചിട്ടാണല്ലോ എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ അടുത്ത് ഒഴിഞ്ഞു പോകാൻ പറയുന്നത്. നിങ്ങൾ സത്യങ്ങളൊക്കെ അവളോട് പറഞ്ഞോ, എനിക്കൊരു കുഴപ്പമില്ല, പക്ഷെ സത്യങ്ങൾ പറഞ്ഞാൽ നിങ്ങളെപ്പോലെ വട്ടൊന്നും അവൾക്ക് പിടിക്കില്ല, പക്ഷെ അവൾ മരിച്ചിരിക്കും അത് ഉറപ്പാണെന്ന് പറയാണ്. അതേക്കണം ഷാരിയാക്കി ഞെട്ടിപ്പോകുവാണ്. മനോഹർ പറയേണ്ട അതെ സത്യങ്ങളൊക്കെ അവൾ അറിയുമ്പോഴേക്കും അവൾ നെഞ്ചു പൊട്ടി മരിക്കും, അത് എനിക്ക് ഉറപ്പാണെന്ന് പറയാണ്. നിങ്ങളുടെ മകളല്ലല്ലോ, പിന്നെ നിങ്ങൾക്ക് എന്താ എത്ര വിഷമമെന്ന് പറയുമ്പോൾ ഇടാ മകളാവാനായിട്ട് പ്രസവിക്കണമെന്നില്ല, വളർത്തിയാലും അമ്മ തന്നെയാണെന്ന് പറയണം. നിങ്ങൾ വലിയ സാഹിത്യമൊന്നും പറയണ്ട, നിങ്ങൾക്ക് പൈസ തരാൻ പറ്റുമെങ്കിൽ അല്ലാതെ നിങ്ങളുടെ മകളെയും പറ്റിച്ച് നിങ്ങളുടെ മകളുടെ പേരിൽ ഒരുപാട് സ്വർണ്ണമൊക്കെ ഉണ്ടല്ലോ അത് മതി എനിക്ക്, അതും പറ്റിച്ച് ഞാൻ ഇവിടുന്ന് പോയിക്കോളാം, പിന്നെ മിക്കായിട്ടുള്ള ഒരു ജീവിതം അതാണ്, പിന്നെ നിങ്ങൾ തരുന്ന പൈസ കൊണ്ട് ഞാൻ യൂറോപ്പിലും അമേരിക്കയിലും അങ്ങനെ ഗൾഫ് രാജ്യങ്ങളൊക്കെ കറങ്ങി വന്ന് കഴിഞ്ഞിട്ട് മിക്കയായിട്ട് ഞാൻ കല്യാണം കഴിക്കുമെന്നൊക്കെ പറയണം. അങ്ങനെ നമ്മുടെ മനോഹർ അങ്ങനെ പറഞ്ഞ് പേടിക്കും. ഷാരി ആകെ പേടിച്ചു പോകുക കേട്ടോ. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷാരി എങ്ങനെയെങ്കിലൊക്കെ സരിയോട് പതുക്കെങ്കിലും സമാധാനത്തോടെങ്കിലും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാമെന്ന് വിചാരിക്കും. പക്ഷെ സരി ഒരു വിധത്തിലും ഇത് കേൾക്കുന്നേ ഇല്ല കേട്ടോ. പക്ഷേ ഇനിയിപ്പോൾ സരി പറഞ്ഞ എനിക്ക് ഈ കുഞ്ഞിന് 28 കെട്ട് നടത്തണം, അതിന് ഒരുപാട് അലങ്കാരങ്ങൾ, ഒരുപാട് പേരെ വിളിക്കണത്, ആ കൊച്ചിൻ്റെ അപ്പുറത്തെ കൊച്ചിൻ്റെ ആ കല്ലുമോൻ്റെ പിറന്നാളാണല്ലോ, അപ്പം അതുകൊണ്ട് നമുക്ക് എന്തായാലും ആഘോഷമായിട്ട് നടത്തണം എന്നൊക്കെ പറയാണ്. അങ്ങനെ ആഘോഷമൊക്കെ നടത്തി കഴിഞ്ഞിട്ട് നമ്മുടെ ഇങ്ങനെ ഷാരിയും അതുപോലെ തന്നെ രാഹുലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയണത് കൊണ്ട് സരിയൂര് ചെറിയ ഡൗട്ടും കാര്യങ്ങളൊക്കെ തോന്നും കേട്ടോ. അങ്ങനെ സരിയും ഈ മനോഹറിന്റെ പിന്നാലെയുള്ള നടത്തം തുടങ്ങുവാണ്. മനോഹർ എന്താണ് ഇതുവരെ 28 കെട്ടിനെ പോലും ഇങ്ങയുടെ അച്ഛനും അമ്മയൊന്നും വന്നില്ലല്ലോ, അപ്പൊ അതിന്റെ സത്യാവസ്ഥയൊക്കെ അറിയാൻ വേണ്ടി സരിയു ഇറങ്ങി പുറപ്പെടുവാണ്. അങ്ങനെ സരിയു പെട്ടെന്ന് തന്നെ, അതായത് ഷാരിക്ക് വേണ്ടുന്ന സമയമൊന്നും സരിയുവിന് വേണ്ടി വരില്ല, സരിയു പെട്ടെന്ന് തന്നെ ആ ഒരു സത്യത്തിലേക്ക് എത്തുവാണ്. മനോഹർ ഒരു ഫ്രോഡാണ്, തന്നെ പറ്റിക്കുവാണെന്നുള്ള സത്യം. അത് മാത്രമല്ല ഒരുപാട് പേരുടെ കുഞ്ഞുങ്ങളുടെ അച്ഛനും കൂടിയിട്ടാണ് ഒരുപാട് പെണ്ണുങ്ങളെ പറ്റിക്കണമുണ്ട്. ഇപ്പൊ അത് വേറൊരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ പോവാണ്. തന്റെ ഭർത്താവായിട്ട് ഇരുന്നിട്ടും നിഷേനെ കല്യാണം കഴിച്ചു. അങ്ങനെ ഒരുപാട് സത്യങ്ങൾ മനസ്സിലാക്കുന്ന സരിയു മനോഹർ പറഞ്ഞ പോലെ തന്നെ സംഭവിക്കാട്ടോ. സരിയുവിന്റെ ഒരു ഹൃദയം നിന്നു പോകുവാണ്, അതായത് അത്രയ്ക്കും സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ സരിയു ആവുകയാണ്. എന്തായാലും സരിയുവിന് ആ ഒരു വലിയൊരു അപകടം സംഭവിക്കുന്ന ഭാഗമാണ് നമ്മളിനി കാണാൻ പോകുന്നത്. മനോഹർ തന്നെ അങ്ങനെ പറഞ്ഞല്ലോ. ഇന്നും എപ്പിസോഡ് ഡിലേ ആയിട്ടോ, അത് വേറൊന്നുമല്ല, അടുത്ത ആഴ്ച മുതൽ സമയം മാറുവാണ്. അടുത്ത ആഴ്ച മുതൽ 9:30ക്കാണ് സീരിയൽ, അതായത് 9:30ക്കാണ് സീരിയൽ തുടങ്ങുന്നത്. 9 മണിക്ക് പുതിയൊരു സീരിയലാണ്, അതുകൊണ്ടായിരിക്കും ഡിലേ ആവണത്. എന്തായാലും ഡിലേ ആവുന്ന എപ്പിസോഡ് പെട്ടെന്ന് തന്നെ വരുവാണെങ്കിൽ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.